നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ ആരു ഭരിക്കണം? പ്രവാസികൾക്കും ചിലത് പറയാനുണ്ട്. പ്രവാസികൾ വിചാരിച്ചാൽ രാജ്യഭരണം ആരെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് വ്യക്തമാക്കുന്നത് പ്രവാസി മുന്നണിയാണ്. രാജ്യത്ത് 7 കോടിയിലേറെ വോട്ടുകൾ പ്രവാസി കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും മടങ്ങി വന്ന പ്രവാസികളുടേതുമായി ഉണ്ട്. എന്നാൽ അവരെല്ലാം അസംഘടിതരും ഏറെ വിഷമിക്കുന്നവരുമാണ്. അവർ ഒന്ന് കൈകൊടുത്താൽ രാജ്യത്തെ ഏറ്റവും വലിയ സംഘടിത ശക്തിയായി മാറും. കേരളത്തിൽ പ്രവാസികളുടെ കുടുംബങ്ങളും ബന്ധുക്കളുമായി വോട്ടർമാർ 20 ലക്ഷത്തോളം വരുമെന്നാണ് കരുതുന്നത്. ഈ 20 ലക്ഷം പേർ കൂടാതെ ഗൾഫ് വാസം അവസാനിപ്പിച്ചും ജോലി പോയും നാട്ടിൽ വന്നത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 6 ലക്ഷത്തോളം പേർ വരും. അപ്പോൾ 26 ലക്ഷത്തോളം പേരായി. 26 ലക്ഷം പേർ ഒന്നിച്ചു നിന്നാൽ തൊഴിലും ആനുകൂല്യവും എല്ലാം നേടിയെടുക്കാം. ജോലി നഷ്ടപ്പെട്ട് നരകിക്കുന്നവരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഈ തിരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്താമെന്നും പ്രവാസി മുന്നണി പറയുന്നു. ഒരു കൂട്ടായുള്ള മുന്നേറ്റമാണ് പ്രവാസിക്ക് ഇനി വേണ്ടത്. പ്രവാസികൾക്ക് ധാരാളം സംഘടനകളുണ്ട്. അവയുടെ എല്ലാം കൂട്ടായ സഹകരണവും പിന്തുണയും നമുക്ക് ഈ ലക്ഷ്യം നേടാൻ ആവശ്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വെറും കറവപ്പശു മാത്രമായി പ്രവാസിയെ കാണുന്നു എന്ന സത്യം നാം കാണാതിരിക്കരുത്. പ്രവാസിക്ക് വോട്ടവകാശം എന്ന മോഹനസുന്ദര വാഗ്ദാനമല്ലാതെ എന്താണ് ഇവർ പ്രവാസിക്ക് നൽകുന്നത്? അത് ഉന്നയിക്കുന്നതിലെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ ഇനി പ്രവാസി വൈകരുത്. പ്രവാസികളായ നമുക്ക് എല്ലാം വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. പ്രവാസത്തിന് മുൻപേ നമ്മളിൽ മിക്കവരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചവരായിരിക്കാം. അവയോടുള്ള ആത്മബന്ധം ഇപ്പോഴും തുടരുന്നവരുമാണ്. എന്നാൽ പ്രവാസികളുടെ സ്വന്തം വിഷയം എത്ര രാഷ്ട്രീയ പാർട്ടിക്കാർ പരിഹരിച്ചിട്ടുണ്ട്? പ്രവാസികൾ ബുദ്ധിമുട്ടിയപ്പോൾ ഒരു നേതാക്കളും ഓടി വരുന്നില്ല. ഫണ്ട് പിരിവിനും പണം ശേഖരിക്കാനും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും മുതൽ മത നേതാക്കൾ വരെ കൂട്ടമായി പറന്നിറങ്ങുകയാണ് പ്രവാസ നാടുകളിൽ. പ്രവാസികൾക്കാകട്ടെ ഒരു മെച്ചവുമില്ല. പ്രവാസിക്ക് വോട്ടവകാശം എന്ന മോഹനസുന്ദര വാഗ്ദാനമല്ലാതെ എന്താണ് ഇവർ നൽകുന്നത്? അത് ഉന്നയിക്കുന്നതിലെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ ഇനി പ്രവാസി വൈകരുത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ സമുദായങ്ങൾക്കും തൊഴിൽ മേഖലയിൽപ്പെട്ടവർക്കുമെല്ലാം തിരഞ്ഞെടുപ്പിൽ സീറ്റ് സംവരണം നൽകി വരാറുണ്ട്. നല്ല കാര്യം. എന്നാൽ നാടിന്റെ നട്ടെല്ലായ പ്രവാസിക്ക് ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും തോൽക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റെങ്കിലും നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകാറുണ്ടോ? നമ്മൾ പ്രവാസികൾ എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട്. ഇന്ന് നേതാക്കളായി വിലസുന്ന പലരെക്കാളും അതത് പ്രസ്ഥാനങ്ങളിൽ ശക്തമായി പ്രവർത്തിച്ചവരായ പ്രവാസികളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ഒരു ബൂത്ത് കമ്മിറ്റിയിലെങ്കിലും ഉൾപ്പെടുത്തുമോ? ഈ ഐക്യത്തിനെതിരെയാണ് നമ്മുടെ സമരം. ഈ ധർമ്മസമരം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടുമാണ്. പ്രവാസി അവർ കാണുന്നത് വെറും പണം പിരിക്കാനുള്ള മാർഗമായിട്ടും വിദേശത്ത് വരുമ്പോൾ പെട്ടി ചുമക്കാനും മാത്രമാണ്. പ്രവാസിക്ക് രാഷ്ട്രീയ പ്രവേശനം ലഭിച്ചേ മതിയാകൂ. കേവലം പ്രവാസി വോട്ട് പറഞ്ഞ് ഇനി കബളിപ്പിച്ചാൽ ഓരോ വാർഡിലും പോയി മത്സരിക്കാൻ പ്രവാസികൾ തയ്യാറാകണം. ഇതിന്റെ മുന്നോടിയായിട്ടാണ് 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിന്റെ അങ്കത്തട്ടിൽ എല്ലാ മുന്നണികളെയും അമ്പരപ്പിച്ച് പ്രവാസി മലയാളി മുന്നണി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി ശ്രീ കുര്യൻ പ്രക്കാനം അങ്കത്തട്ടിൽ പടപ്പുറപ്പാട് നടത്തിയത്. പ്രവാസ ലോകം നിർണായകമായ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇനി വിഘടിച്ചു നിൽക്കേണ്ടവർ അല്ല നമ്മൾ. ഇനി നമ്മെ സങ്കുചിത കാഴ്ചപ്പാടുകൾ നിരത്തി വിഘടിപ്പിക്കുന്നവർ പ്രവാസ ലോകത്തിന്റെ മിത്രങ്ങളെയല്ല. നിങ്ങളൊരു പ്രവാസിയോ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ആളോ ബന്ധുവോ സുഹൃത്തോ ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയ, വർഗീയ, വിഭാഗീയ, പ്രാദേശിക സ്വാർത്ഥ ചിന്തകൾക്ക് അതീതമായി പ്രവാസികളും പ്രവാസവാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയവരും പ്രവാസി ബന്ധുക്കൾ, സ്നേഹിതർ തുടങ്ങി വിവിധ തുറകളിൽപ്പെട്ടവർ ഒന്നിച്ചണിനിരക്കുന്ന പ്രവാസ മുന്നേറ്റ ശക്തിയായി മാറണമെന്നാണ് പ്രവാസി മുന്നണി എന്ന ഗ്ലോബൽ സംഘടന പറയുന്നത്. പ്രവാസിയെ സഹായിക്കുന്നവരെ പ്രവാസിയും സഹായിക്കും. ഇതാണ് പ്രവാസിയുടെ ഇനിയുള്ള രാഷ്ട്രീയമെന്നും അതിനുള്ള സമയമായി എന്നും പ്രവാസി മുന്നണി നേതാക്കൾ വ്യക്തമാക്കുന്നു. തമ്മിൽ വലിപ്പച്ചെറുപ്പമോ അഹംഭാവമോ കാണിക്കാതെ ഇനിയെങ്കിലും പ്രവാസികൾ ഒരു കുടക്കീഴിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി അണിചേരുമോ? ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.